നമസ്കാരം. ലോക ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധം നഗ്നമായ നിയമലംഘനങ്ങളുടെയും സാമ്രാജ്യത്വ ധിക്കാരത്തിന്റെയും വേദിയായി ഹോർമൂസ് കടലെടുക്ക് മാറുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ എണ്ണക്കപ്പലുകൾ നടുക്കടലിൽ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കുന്നത് ലാഭകരമായ ബിസിനസ് എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം തരം താന്നിരിക്കുകയാണ് അമേരിക്കൻ നേതൃത്വം, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിന്റെ ഊർജ്ജസിരയായ ഹോർമുസിനെ ചോരക്കളമാക്കി മാറ്റുന്ന അമേരിക്കൻ കടൽ കൊള്ളയുടെയും അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഇറാന്റെയും നേർചിത്രം കൂടിയാണ് ഇത്. എന്തായാലും ഫ്ലോറിഡയിലെ ഒരു റാലിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗം വെറും ഒരു രാഷ്ട്രീയ വീമ്പിളക്കൽ മാത്രമല്ല, മറിച്ച് ഒരു ആധുനിക ലോകക്രമത്തിന് നേരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി കൂടിയാണ്. ഞങ്ങൾ കടൽ കൊള്ളക്കാരെ പോലെയാണ് എന്ന ആവേശം കൊള്ളിക്കുന്ന ഒരു ഭരണാധികാരി സ്വന്തം നാവികസേനയെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ കവർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി സമ്മതിക്കുകയാണ്. ഇറാന്റെ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത് അതിലെ ചരക്ക് കവരുന്നത് വന്യമായ നിയമലംഘനമാണ്. ഇതിനെ സായുധ കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഇറാന്റെ നിലപാട് 100% ശരിയാണ്. അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് അങ്ങനെ അതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. നിയമത്തിന്റെ കാവൽക്കാരാകേണ്ടവർ തന്നെ കൊള്ളക്കാരാകുന്ന കാഴ്ച, അത് നികൃഷ്ടമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ അങ്ങേയറ്റം ക്രൂരവും മനുഷ്യാവകാശ ലംഘനവുമാണ്. ഉപരോധങ്ങളുടെ പേരിൽ ഇറാന് ഇതിനോടകം തന്നെ $480 കോടി വരുമാന നഷ്ടമാണ് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ജനതയെ പട്ടിണിക്കിട്ടും അവരുടെ വിഭവങ്ങൾ കവർന്നും അമേരിക്ക നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം യഥാർത്ഥത്തിൽ ഇറാന്റെ നിലനിൽപ്പിന് മേലുള്ള കടന്നുകയറ്റമാണ്. സ്വന്തം രാജ്യത്തിന്റെ വിഭവങ്ങൾ വിറ്റഴിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ തടയാൻ അമേരിക്കയ്ക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നാണ് ചോദ്യം ലോകമെങ്ങും ഉയരുന്നത്. അമേരിക്കൻ സൈന്യം ഹോർമൂസ് കടലിടുക്കിൽ 45ഓളം കപ്പലുകൾ നിയമവിരുദ്ധമായി തടയുകയും വഴിതിരിച്ചു വിടുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് ഇറാന്റെ ദേശീയ കടമയാണ്. പശ്ചിമേഷ്യൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നടത്തുന്ന അനാവശ്യ സൈനിക ഇടപെടലുകൾ മേഖലയെ ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. തങ്ങളുടെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്ന കാലത്തോളം ഹോർമുസിലെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം സ്വയം പ്രതിരോധത്തിനുള്ള കരുത്തുറ്റ സന്ദേശം കൂടിയാണ്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അമേരിക്കൻ അധിനിവേശത്തെ തടയുന്നതിനും ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനം കൂടിയാണ്. എന്തായാലും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്ന, അതായത് ഇതൊരു സമുദ്രത്തിലെ ശാന്തിയുടെയും സമാധാനവും ആഗ്രഹിക്കുന്ന രാജ്യം എന്ന നിലയിലാണ് ഇറാൻ 14 പോയിന്റ് സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചത്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടായ വൻ നാശനഷ്ടങ്ങൾ അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം അങ്ങേയറ്റം ന്യായമാണ്. അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് വഴങ്ങാതെ, സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതെ ഇറാൻ ഉയർത്തുന്ന ഈ ആവശ്യങ്ങൾ നീതിക്ക് വേണ്ടിയുള്ളതാണ്. മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും വ്യാപാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നും ഇറാൻ പറയുമ്പോൾ അത് ലോകത്തിലെ എല്ലാ വികസന രാഷ്ട്രങ്ങളെയും ശബ്ദമായി മാറുകയാണ്. അമേരിക്കയുടെ കടൽ കൊള്ളയ്ക്ക് മുന്നിൽ ലോകം നിശബ്ദത പാലിച്ചാൽ നാളെ ഏത് രാജ്യത്തിന്റെ സമ്പത്ത് കടലിൽ വെച്ച് കവർച്ച ചെയ്യപ്പെടാം. അതിന് വേറൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ശക്തിയുള്ളവർ ഭരിക്കുക എന്ന കാട്ടുനീതിയാണ് അമേരിക്ക ഹോർമൂസിൽ നടപ്പിലാക്കുന്നത്. ഇത് ഒരു തരത്തിലും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുന്നതല്ല.